പ്രിയമുള്ള എല്ലാവർക്കും നമസ്തേ കേട്ടോ. ഇന്ന് നമ്മുടെ ലതീസ് ഹൗസിൽ നിന്ന് ഉണ്ടാക്കണത് കോവയ്ക്ക ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയ. അതിന് നമ്മുടെ വീട്ടിൽ നിന്നുണ്ടായ കോവയ്ക്ക ഒരു 300 ഗ്രാമാണ് ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചത്. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് അത് ഒരു 300 ഗ്രാം തന്നെ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയത്. ഒരു പച്ചമുളക്, ഒരു സാമാന്യം വലിയൊരു സവാള ചതുര കഷ്ണമാക്കിയിട്ട് മുറിച്ചത്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ: ഒരു 1/2 ടീസ്പൂണ് മുളക് ചതച്ചത്, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 തണ്ട് കറിവേപ്പില, ഉപ്പ്. ഈ മുളക്, ഉപ്പ് ഇതെല്ലാം നിങ്ങളുടെ എരിവിനും ഉപ്പിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇനി ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ ഈ മസാല പൊടികളൊക്കെ ഇട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിക്കണം. ഒരു പകുതി വേവാകുമ്പോൾ വേണം നമ്മുടെ ഈ കോവയ്ക്ക കൂടി ഇടാൻ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. പിന്നെ 3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ഉപ്പ്. ഞാൻ കുറച്ച് ഉപ്പ് ഞങ്ങളിവിടെ ഉപയോഗിക്കാറുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നിങ്ങൾ നോക്കി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടണേ. 1 തണ്ട് കറിവേപ്പില, 1 പച്ചമുളക് അരിഞ്ഞത്, 1 കപ്പ് തിളച്ച വെള്ളമാണ്. ഇനി നമ്മുടെ കിഴങ്ങ് ഒരു പകുതി വേവാകുമ്പോൾ നമ്മുടെ കോവയ്ക്ക ഇടണം. അപ്പോൾ ഇതൊന്ന് വേവട്ടെ, എന്നിട്ട് വരാം. നമുക്കിത് വെന്ത് വരുന്നതിലേക്ക് മുമ്പ് നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് വഴച്ചെടുക്കാം കേട്ടോ. നിങ്ങളെ ഈ വേവിക്കുമ്പോഴേ ഉരുളക്കിഴങ്ങ് ആദ്യം വേവിക്കണ്ട, കോവയ്ക്ക ആദ്യം വേവിച്ച് ഒരു വേവായി വരുമ്പോൾ കിഴങ്ങിട്ടാൽ മതി. കിഴങ്ങിന് നല്ല വേവ് കുറവ് പോലെ ഇപ്പോൾ തോന്നുന്നത്. ഇനി നമ്മൾ കടുകിട്ടിട്ടുണ്ട്, ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ സവാള ഇടാണ്. ഒരു പച്ചമുളക്, നന്നായി വഴണ്ട് വരുമ്പോൾ വേണം നമ്മുടെ ചതമുളക് ചേർക്കാൻ. ഇതൊന്ന് വഴണ്ട് വരക്കാൻ. ഏകദേശം ഒരു വാടി വന്നിട്ടുണ്ട് സവാള. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ചതമുളക് ചേർക്കാൻ പോവാണ്. ഇതുണ്ട് കറിവേപ്പില മുരിഞ്ഞ് വരട്ടെ. നല്ലോണം മുരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കിഴങ്ങും കോവയ്ക്കും വെന്തത് ഇതിട്ട് നമുക്ക് നല്ലോണം വെള്ളം തോത്തിയെടുക്കണം. നമ്മുടെ സവാളയും ചതമുളകും നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ മസാലയിലേക്ക് നമ്മുടെ വെന്ത കോവയ്ക്ക, കിഴങ്ങ് ഇടുകയാണ്. ഇച്ചിരി നേരം ഇതൊന്ന് തോത്തിയെടുക്കണം നമുക്ക്.
ഇനിയിപ്പോൾ ഇത് നല്ലപോലെ വെള്ളം വലിച്ച് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ വേവിക്കുമ്പോൾ ആദ്യം കോവയ്ക്ക വേവിച്ചൊരു പകുതി വേവാകുമ്പോൾ നമ്മുടെ കിഴങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ വരും. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ.